ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിസർച്ച് പ്രോസസ്സുകളാണ്. അതിൻ്റെ തേർഡ് സ്റ്റെപ്പ് ഫൈനലൈസേഷൻ ഓർ സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു ടോപ്പിക് റിസർച്ച് പ്രോബ്ലം ടെൻറ്റേറ്റീവ് റിസർച്ച് പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ വി കണ്ടക്റ്റഡ് ദ ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് ഇൻ തേർഡ് സ്റ്റേജ് വി ആർ ഫൈനലൈസിങ് ദ റിസർച്ച് പ്രോബ്ലം. അപ്പം റിസർച്ച് പ്രോബ്ലം ഫൈനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണ്? അത് research subject of the research should not be too wide and uncontrollable. അതായത് വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ ഒന്നും നമ്മൾ റിസർച്ച് ടോപ്പിക്കായിട്ട് എടുക്കരുത്. വളരെ വൈഡാണെങ്കിൽ നമ്മുടെ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കത് ഡിഫിക്കൽട്ടായിരിക്കും. അതേപോലെ തന്നെ അത് അൺകൺട്രോളബിൾ ആയിരിക്കരുത്. നമ്മുടെ ടോപ്പിക് ഷുഡ് ബി കൺട്രോളബിൾ വിത്തിൻ ദ ടൈം പീരീഡ്. നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൺട്രോൾ ചെയ്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ റിസർച്ച്. ആൻഡ് അങ്ങനെ പറയുമ്പോൾ വൈഡ് ആവരുത് എന്ന് പറയുമ്പം ദാറ്റ് ഷുഡൻ ബി ടു നാരോ ആകാനും പാടില്ല. ഓക്കെ, അപ്പോൾ അതാണ് രണ്ട് കാര്യങ്ങൾ. നാരോ ആകരുത്, വൈഡും ആകരുത്. ഒരു മീഡിയം ലെവലിലായിരിക്കണം നമ്മുടെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഷുഡ് സ്യൂട്ട് ദ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, റിസർച്ച് ടാലൻറ്റ്, നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ റിസർച്ചർ. അപ്പം നമുക്ക് റിസർച്ചർക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു നോളജ് ലെവൽ എന്താണെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളിൽ നിൽക്കുന്നതായിരിക്കണം നമ്മുടെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ വൈഡ് അല്ലാത്ത രീതിയിലുള്ള ഒരു ടോപ്പിക്ക് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മുടെ ലിമിറ്റേഷൻസ് ആയിട്ടുള്ള ടൈം, മണി, അത് രണ്ട് കൺസ്ട്രെയിനുകളാണ്. നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫേസ് ചെയ്യുന്ന രണ്ട് കൺസ്ട്രെയിൻസ് ആണ് ലാക്ക് ഓഫ് ടൈം ആൻഡ് മണി എന്ന് പറയുന്നത്. അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ഒരു റിസർച്ചിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ പോയി റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പോസിബിൾ ആവുന്ന കാര്യമല്ല. അപ്പം അതെന്ത് ചെയ്യുക, നമ്മുടെ ടോപ്പിക്ക് അങ്ങനെ ചുരുക്കുക. അങ്ങനെ പല പല സിറ്റുവേഷൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ടോപ്പിക്ക് ഫൈനലൈസ് ചെയ്യാൻ. അപ്പോൾ ടോപ്പിക്ക് അങ്ങനെ ഫൈനലൈസ് ചെയ്തതിന് ശേഷം നമ്മളൊരു സമ്മറി എഴുതും. സമ്മറി ഓഫ് ദി ടോപ്പിക്കിനെ കുറിച്ചൊരു വളരെ ബ്രീഫായിട്ടുള്ളൊരു സമ്മറി എഴുതും. അതിനെയാണ് എന്ത് പറയുന്നത്, സിനോപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർലി ഇൻഡിക്കേറ്റ് വാട്ട് ഇസ് ടു ബി ഇൻക്ലൂഡഡ് ഫോർ ദി സ്റ്റഡി. അപ്പോൾ സിനോപ്സിസിൽ നമ്മൾ എന്താ എഴുതുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ സിനോപ്സിസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ഓൾസോ ഇൻഡിക്കേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി ആൻഡ് മെത്തഡ്സ് ഓഫ് റിസർച്ച്. ഏതൊക്കെ റിസർച്ച് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം, ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ഇൻക്ലൂഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റഡി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തേർഡ് സ്റ്റേജിൽ ഫൈനലൈസിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അടുത്ത സ്റ്റേജിൽ നമ്മളൊരു ഫോർമുലേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ പ്രോബ്ലം ഫൈനലൈസ് ചെയ്തു, ദാറ്റ് ഇസ് റിസർച്ച് ക്വസ്റ്റ്യൻ ഈസ് ഫൈനലൈസ്ഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ശരിക്കും ഒരു റിസർച്ച് ടോപ്പിക്കിലേക്ക് ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ കൊണ്ടുവരികയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ആദ്യം ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നു, പിന്നെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നു, ആൻഡ് വി ഷുഡ് റീഅറേഞ്ച് ദ ടോപ്പിക് ഇൻ ടു എ പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഹെഡിങ്. അപ്പം പ്രൊജക്റ്റ് ഹെഡിങ് ആയിട്ട് നമുക്ക് മാറ്റണം. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫൈനലൈസ് ചെയ്ത ആ റിസർച്ച് ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിസർച്ച് ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഹെഡിങ് ആക്കിയിട്ട് നമ്മളതിനെ ചുരുക്കണം. അതാണ് നമ്മൾ ഈ ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ടോപ്പിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം നമ്മളതിൽ നമുക്കൊരു ഡയറക്ഷൻ കിട്ടണമെങ്കിൽ അതൊരു സ്പെസിഫിക് ടോപ്പിക് ആക്കി മാറ്റണം. അതായത് സ്പെസിഫിക് ആക്കണം. നമ്മൾ പറഞ്ഞു വൈഡ് ആകാൻ പാടില്ല, നാരോ ആകാൻ പാടില്ല. ദ ടോപ്പിക് ഷുഡ് ബി സ്പെസിഫിക്. എന്നാൽ മാത്രമേ നമുക്കൊരു ക്ലിയർ ഡയറക്ഷൻ കിട്ടുള്ളൂ, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ. ദെൻ ഇറ്റ് ഓൾസോ ഐഡൻറ്റിഫൈ ദ സ്കോപ്പ് ഓഫ് ദ റിസർച്ച്. നമ്മുടെ സ്റ്റഡി സ്കോപ്പ് എവിടെയൊക്കെയാണ് നമ്മുടെ സ്റ്റഡി നടക്കുന്നത്, ആ ഒരു ടോപ്പിക്കിലെ സ്കോപ്പ്, ജിയോഗ്രഫിക്കൽ സ്കോപ്പ്, ആ രണ്ട് കാര്യങ്ങളും നമ്മുടെ ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദ ഫോർമുലേഷൻ ഓഫ് ദ പ്രോബ്ലം ഹെൽപ്സ് ടു പോയിൻ്റ് ഔട്ട് ദ ലിമിറ്റേഷൻ ഓഫ് ദ റിസർച്ച്. നമ്മുടെ ടോപ്പിക് വായിച്ചാൽ തന്നെ നമുക്കറിയാം ലിമിറ്റേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ദെൻ എലൂസിഡേറ്റ്സ് ദ പ്രോബ്ലംസ്. നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്താണെന്ന് അത് എന്ത് ചെയ്യണം, എലൂസിഡേറ്റ്സ് ചെയ്യണം, ദാറ്റ് ഈസ് ക്ലിയർ ആക്കണം, വ്യക്തമാക്കണം. ദെൻ മേജർ അസംഷൻസ്, നമ്മുടെ ആ ഒരു റിസർച്ചിൽ നമ്മൾ എന്തൊക്കെ അസംഷൻസ് ആണ് എടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം. ദെൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്രോബ്ലം, ഏത് ആസ്പെക്റ്റിലാണ് നമ്മൾ ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് പറയണം. ദെൻ
ഇറ്റ് എഫോർട്സ് എക്കണോമി ഇൻ റിസർച്ച്. നമ്മൾ ടൈം ആൻഡ് മണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മൾ ഒരു റിസർച്ച് എന്ന് പറയുന്നത് വി ഷുഡ് കംപ്ലീറ്റ് ദ റിസർച്ച് വിത്തിൻ 3 to 4 years, അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് നഷ്ടപ്പെടും. ഓക്കെ, അതേപോലെ തന്നെ ടൈം മണി എന്ന് പറയുന്നതും ഒരു വളരെ ബിഗ് കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന എക്കണോമി ഷുഡ് ഓൾസോ ബി ഡിഫൈൻഡ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ റിസർച്ച് വിത്തിൻ ദ time. So these are the things that should be kept in mind while formulating the research problem. Now we can see what are the steps to be followed while formulating the research problem. First one, develop a title. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു റിസർച്ച് പ്രോബ്ലത്തെ ഒരു ടൈറ്റിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ടൈറ്റിലിൽ നമ്മുടെ ഒബ്ജക്റ്റീവൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, വർക്ക്ഔട്ട് കോൺസെപ്ച്വൽ മോഡൽ. കോൺസെപ്ച്വൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ചിലപ്പോൾ വൈഡ് ആയിരിക്കും. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ആണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ് പഠിക്കുന്നത്. ആ രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻസ് റിലേറ്റഡ് ടോപ്പിക് ആണെങ്കിൽ പോലും ഇറ്റ്സ് എ വെരി വൈഡ് ടോപ്പിക്. ആ ടോപ്പിക്കിനെ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഏത് ഏരിയയിൽ ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലാണ് പഠിക്കുന്നത്, ഏത് ടൈം പീരീഡിലാണ് പഠിക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഏത് സെക്യൂരിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ വിച്ച് കൈൻഡ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ അവർ എങ്ങനത്തെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെസിഫിക് ആക്കുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ ദ ടോപ്പിക് ഷുഡ് നോട്ട് ബി ജനറൽ എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ജനറൽ ഓർ വേഗ് ടോപ്പിക് ആയിരിക്കരുത്. ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആയിരിക്കണം. ദെൻ അടുത്തായി പറയുന്നത് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ. നമ്മൾ ആദ്യം ഇനീഷ്യൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പറഞ്ഞിരുന്നു അല്ലേ. നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മളൊരു ഇനീഷ്യൽ ലിറ്ററേച്ചർ റിവ്യൂ നടത്താറുണ്ട്. അതുപോലെയല്ല, നമ്മളിപ്പോൾ ഇവിടെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു പ്രോബ്ലം, അതിനുശേഷം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻസീവായിട്ട് കണ്ടക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ലിറ്ററേച്ചേഴ്സ്, നമ്മുടെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചേഴ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ പഠിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻസ് നടത്തണം. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്, ബിബ്ലിയോഗ്രഫീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയിൽ നമ്മൾ റെഫർ ചെയ്യുന്നതും നമ്മൾ പഠിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ബിബ്ലിയോഗ്രഫി എന്നാണ് പറയുക. അപ്പോൾ ബിബ്ലിയോഗ്രഫിക്കൽ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്ത എല്ലാ ലിറ്ററേച്ചറുകളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിച്ച് വെക്കണം. സോ നമ്മൾ പറയുമ്പം പ്രോജക്റ്റിലാണെങ്കിലും റിസർച്ചിലാണെങ്കിലും എല്ലാം നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഇത് റെഫറൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളുടെ പ്രോജക്റ്റിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് റെഫറൻസും ബിബ്ലിയോഗ്രഫിയും ഉണ്ട്. ഇപ്പോൾ റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റഡിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് റെഫറൻസ് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഫറൻസ് എന്ന് പറയുന്നത്. ബിബ്ലിയോഗ്രഫി മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അവർ സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആ ഒരു സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്തിൽ വരും, ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു സൈറ്റ് കയറി വിസിറ്റ് ചെയ്യുകയാണ് നമ്മുടെ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട്, അത് ബിബ്ലിയോഗ്രഫിയാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ റെഫറൻസ്. അപ്പോൾ അതാണ് ബിബ്ലിയോഗ്രഫിയും റെഫറൻസും. ദെൻ അതിനുശേഷം നമുക്ക് വി ക്യാൻ യൂസ് ദ എബ്സ്ട്രാക്ഷൻ ആൻഡ് ഇൻഡെക്സസ് ഓഫ് ദ ജേർണൽസ്, പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് ബിബ്ലിയോഗ്രഫീസ് ഒക്കെ നമ്മൾ റെഫർ ചെയ്യണം. ദെൻ റിവ്യൂ ഓഫ് പ്രീവിയസ് റിലേറ്റഡ് റിസർച്ച് ടോപ്പിക് വിൽ ഹെൽപ്പ് ദ റിസർച്ചർ ടു ഫോർമുലേറ്റ് എ സാറ്റിസ്ഫാക്ടറി സ്ട്രക്ചർ ഓഫ് ഹിസ് പ്രോജക്റ്റ്. അതായത് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവായിട്ട് തന്നെ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂസ് സെർച്ച് ചെയ്യണം, നമ്മൾ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യണം. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ഇപ്പോൾ തേർഡ് സ്റ്റെപ്പാണ് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ എന്ന് പറയുന്നത്, റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ. ദെൻ അതിൻ്റെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി ആണ്. അതായത് നമുക്ക് ഒബ്ജക്റ്റീവ്സ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഷുഡ് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്. ഓക്കെ, ദ ഒബ്ജക്റ്റീവ് മേ ബി സ്റ്റേറ്റഡ് എയ്തർ ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒബ്ജക്റ്റീവ് നമുക്ക് വേണമെങ്കിൽ വാട്ട് വെച്ച് തുടങ്ങാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഒബ്ജക്റ്റീവ് വെക്കാം. അല്ലെങ്കിൽ നമുക്കതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ ടു സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ടു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടു ഒബ്സർവ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ നമുക്ക് വെക്കാം. രണ്ടും പോസിബിളാണ്.
ഓക്കെ, ദെൻ ഫിഫ്ത്ത് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ആഫ്റ്റർ ഡിറ്റർമൈനിങ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണ്. സബ് ക്വസ്റ്റ്യൻസ് ആർ സെറ്റപ്പ് ഫോർ ഈച്ച് മേജർ ഒബ്ജക്റ്റീവ്. അപ്പോൾ ക്വസ്റ്റ്യൻസും സബ് ക്വസ്റ്റ്യൻസും നമ്മൾ സെറ്റ് ചെയ്യുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 5 സ്റ്റെപ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ objective, define a title, develop a title, then കോൺസെപ്ച്വൽ മോഡലിലേക്ക് അതിനെ ആക്കുന്നു, എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ നടത്തുന്നു, ദെൻ ഒബ്ജക്റ്റീവ് വെക്കുന്നു, അതിനുശേഷം ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻസ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലിറ്ററേച്ചർ സർവേയുടെ നമുക്കറിയാം, ലിറ്ററേച്ചർ സർവേ അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതാണ് നമ്മളെ നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങോട്ട് പോകണം, ഏത് ദിശയിൽ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യണമെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയാണ് ലിറ്ററേച്ചർ സർവേ എന്നൊക്കെ പറയുന്നത്. സോ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? നമുക്കൊരു കോണ്ടെക്സ്റ്റ് കിട്ടണം അല്ലേ? ഏത് രീതിയിൽ എന്താണ് നമ്മൾ റിസർച്ചിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു കോണ്ടെക്സ്ച്വൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ പ്രീവിയസ് തിയറി ഓൺ ദ സബ്ജക്റ്റ്, നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു സബ്ജക്റ്റിൽ പല പല ആൾക്കാർ ചെയ്തു വെച്ചേക്കുന്ന തിയറികൾ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോളേജ് കിട്ടും, നമ്മുടെ സ്റ്റഡീനെ പറ്റിയുള്ള ബാക്ക്ഗ്രൗണ്ട് നോളേജ് നമുക്ക് കിട്ടും. ദെൻ ഹൗ ദ സബ്ജക്റ്റ് ഹാസ് ബീൻ സ്റ്റഡീഡ് പ്രീവിയസ്ലി, മുൻപേ ഉള്ള ആളുകൾ തിയറീസ് വെച്ച് എങ്ങനെയാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദ കോൺസെപ്റ്റ് റിലേറ്റഡ് വിത്ത് ദിസ് ടോപ്പിക്, ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. നമുക്ക് എല്ലാ കോൺസെപ്റ്റുകളും അറിയണമെന്നുണ്ടാവില്ല. അപ്പം നമുക്കറിയാത്ത കോൺസെപ്റ്റിലും ഒക്കെ ഈ ഒരു ടോപ്പിക്കിന് നമുക്ക് പഠിക്കാൻ പറ്റും. ദെൻ ഔട്ട്ലൈൻ ദ ഗ്യാപ്സ് ഇൻ പ്രീവിയസ് റിസർച്ച്, നമുക്ക് എല്ലാ റിസർച്ചുകളിലും ആ റിസർച്ചർ ഒരു ഫർദർ സ്കോപ്പ് ഫോർ ദ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഏരിയ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പഠിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും? ഇപ്പം ഞാനൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ റിസർച്ച് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ഞാനൊരു ഇനി വരുന്ന എനിക്ക് പിന്നാലെ വരുന്ന ആളുകൾക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങോട്ട് ചോദിക്കും. സ്കോപ്പുകൾ ഇങ്ങനെ പറയും, ഇതിങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു, ഇങ്ങനെയൊക്കെ വരും. അങ്ങനെ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യനുകൾ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവും ഇനി വരുന്ന ആളുകൾക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഗ്യാപ്പുകളെ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിറ്ററേച്ചർ റിവ്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ പ്രോബ്ലംസ് ഇൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ടു റിസർച്ചർ ദാറ്റ് ഹാവ് ഓൾ ആർ ബീങ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ ദ പാസ്റ്റ്. നമുക്ക് വേറൊരാൾ ചെയ്ത് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റുകൾ നമുക്ക് കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ റിസർച്ച് ഹൈപ്പോത്തസിസ് വെക്കാൻ പറ്റും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അസംഷൻ വെക്കുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടി നമുക്ക് മുന്നേ ഉള്ള പ്രീവിയസ് ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ ഹൈപ്പോത്തസിസ് ആണ് വെച്ചിരിക്കുന്നത്, അത് എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഹൈപ്പോത്തസിസ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ മെത്തഡോളജി, റിസർച്ച് ഡിസൈൻ, മെഷർമെൻറ്റ്സ്, അതൊക്കെ അവരെന്തൊക്കെയാണ് യൂസ് ചെയ്തത്, അവർ ഏത് മെത്തേഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏത് റിസർച്ച് ഡിസൈനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ടൂൾസ് ആൻഡ് ടെക്നിക്സ്, മെഷർമെൻ്റ് ഒക്കെ എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്നൊക്കെ, അനാലിസിസ് പോർഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം അല്ലാതെ ഒരാൾ കണ്ടക്ട് ചെയ്ത റിസർച്ച് ഫുള്ളിരുന്ന് വായിക്കുക എന്നല്ല അതിൻ്റെ മീനിങ്. ലിറ്ററേച്ചർ റിവ്യൂ അല്ലെങ്കിൽ ലിറ്ററേച്ചർ സർവേ എന്ന് പറയുമ്പം ഒരാൾ കണ്ടക്ട് ചെയ്ത റിസർച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു അബ്സ്ട്രാക്റ്റ് പോലെ വെച്ചിട്ടുണ്ടാവും. അതാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ദെൻ ഡാറ്റ സോഴ്സുകളെ പറ്റി, നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് സാമ്പിൾസ് വേണം, അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ സോഴ്സ് ഓഫ് ഡാറ്റ ഏതൊക്കെയാണ് അവരൊക്കെ റെഫർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കിട്ടും. പിന്നെ റിഫൈൻ, റീഫോക്കസ് ഓർ ഈവൻ ചേഞ്ച് ദ ടോപ്പിക്. ലിറ്ററേച്ചർ സർവേ നടത്തുമ്പോഴാണ് നമുക്ക് ടോപ്പിക്കിനെ കുറിച്ച് ഒരു അവഗാഹം കിട്ടുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ആ ടോപ്പിക്കിനെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ ആ ടോപ്പിക്കേ മാറ്റി വേറെ ടോപ്പിക് എടുക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് തീരുമാനിക്കുന്നത്? ഈ ലിറ്ററേച്ചർ റിവ്യൂ നോക്കുമ്പോഴാണ്. അധികം ലിറ്ററേച്ചർ റിവ്യൂസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ദാറ്റ് മീൻസ് ആ ഒരു ടോപ്പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ആരും തന്നെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ചലഞ്ച് എടുത്തിട്ട് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഒക്കെ ചെയ്യണം, അത് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പം റീഫൈൻ ചെയ്യണോ, റീഫോക്കസ് ചെയ്യണോ,
ചേഞ്ച് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ദെൻ ഹൗ അതർ റിസർച്ചേഴ്സ് സ്ട്രക്ചർ ദെയർ റിപ്പോർട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ലിറ്ററേച്ചർ റിവ്യൂ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ റിസർച്ചിന് ഒരു ദിശാബോധം തരാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് ലിറ്ററേച്ചർ സർവേകൾ. ദെൻ ഇത് എവിടെ നിന്നാണ് ഈ ലിറ്ററേച്ചർ റിവ്യൂസ് നമുക്ക് കിട്ടുക? സോ വി ക്യാൻ സി വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ദിസ് ലിറ്ററേച്ചേഴ്സ്. എവിടെ നിന്നാണ് നമുക്ക് ലിറ്ററേച്ചർ കിട്ടുക? സോ as we all know, there are two sources mainly, that is primary source and secondary source. Primary source means which are not yet published works collected by the researcher himself. അവർ ഡയറക്റ്റായിട്ട് സാമ്പിൾസിൻ്റെ അടുത്ത് പോയിട്ട് കളക്ട് ചെയ്യുന്നതാണ് എന്ത് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡറി സോഴ്സ് ആണെങ്കിലോ ഓൾറെഡി കളക്റ്റഡ് ഡാറ്റയാണ്, സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻസ് ആണ്, പബ്ലിഷ്ഡ് ആണ്, അത് നമുക്ക് ആർക്ക് വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഇതൊക്കെയാണ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന രണ്ട് സോഴ്സുകൾ തന്നെയാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഫോർമുലേഷൻ ഓഫ് പ്രോബ്ലം എന്ന സ്റ്റെപ്പിൽ കാണുന്നത്. മെയിൻലി അതിലെന്താ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂവിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ആ സ്റ്റെപ്പുകളെ കുറിച്ച് അറിയണം, എങ്ങനെയാണ് ഒരു പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ടൈറ്റിൽ കണ്ടുപിടിക്കുന്നു, പിന്നെ ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നു, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, അസംഷൻസ് വെക്കുന്നു, ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻസ് വെക്കുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടാക്കി ഫോർമുലേറ്റ് ചെയ്തു. ലിറ്ററേച്ചർ റിവ്യൂ എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഒക്കെ കിട്ടി. അതിനുശേഷമാണ് നമ്മൾ 5th സ്റ്റേജ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് സെറ്റിങ്ങിലേക്ക് പോകുന്നത്. സോ നമ്മുടെ റിസർച്ച് പ്രോസസ്സിലെ 5th സ്റ്റേജ് ആണ് എന്ത്, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ടെൻറ്റേറ്റീവ് അസംഷൻസ് ആണ് അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പം അത് ടെൻറ്റേറ്റീവ് അസംഷൻസ് ആണ്, സപ്പോസിഷൻസ് ആണ്. നമുക്കത് ആ ഒരു കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലാത്തൊരു കാര്യമാണ്. നമ്മളതൊരു റിസർച്ച് നടക്കുമ്പോൾ നമ്മളിങ്ങനെ വെക്കുന്നതാണ്. ഓക്കെ, നമ്മളത് അസ്യൂം ചെയ്യുന്നതാണ്. എന്നിട്ട് അതിനുശേഷം നമ്മളതിൻ്റെ ലോജിക്കൽ ഓർ എംപെരിക്കൽ കോൺസിക്വൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അസംഷൻ വെച്ച് അതിനുശേഷം അത് ലോജിക്കലി പ്രാക്ടിക്കലി പോസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു റിസർച്ചിന് തന്നെ ദർ ആർ സെവറൽ ഹൈപ്പോത്തസിസ്. നമുക്കൊരു സ്റ്റഡിക്ക് തന്നെ മോർ ദാൻ 1 ഹൈപ്പോത്തസിസ് നമുക്ക് വെക്കാം, പ്രഡിക്ഷൻസ് വെക്കാം. അപ്പോൾ അത് നമ്മൾ റിസർച്ചിനൊരു ഗൈഡായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഹൈപ്പോത്തസിസുകൾ എപ്പോഴും പ്രൂവ് ചെയ്യണമെന്നൊന്നും പറ്റില്ല. ഇത് എപ്പോഴും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇറ്റ് എഫക്ട്സ് ദ മാനർ ഇൻ വിച്ച് ദ ടെസ്റ്റ് മസ്റ്റ് ബി കണ്ടക്റ്റഡ്. എങ്ങനെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം ആൻഡ് അനാലിസിസ്, എങ്ങനെ ഡാറ്റ അനാലിസിസ് ചെയ്യണം, അതെങ്ങനെ ഡാറ്റയുടെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിലൂടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അസംഷൻ തന്നെയാണ്. അതെപ്പോഴും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മുടെ റിസർച്ചിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഗൈഡാണ് എന്ത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡാറ്റ കളക്ഷനൊക്കെ മുന്നോടിയായിട്ടാണ് എന്ത് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. സ്പെസിഫിക് ആയിരിക്കണം. നമ്മുടെ റിസർച്ച് പ്രോബ്ലം ഉണ്ടല്ലോ, ആ പ്രോബ്ലവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കണം നമ്മുടെ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്മോക്കിംഗ് ആൻഡ് ക്യാൻസർ എന്നതിനെക്കുറിച്ച് നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം സ്മോക്ക് ചെയ്യുന്ന എല്ലാവർക്കും ക്യാൻസർ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ റിസർച്ച് ടോപ്പിക് എന്നത്. അപ്പോൾ നമ്മുടെ അസംഷൻ എന്താണ്, there is a significant relation between the smokers and സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു ഹൈപ്പോത്തസിസ് വെക്കാം. നമ്മൾ അതാണ് പിന്നീട് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ക്യാൻസർ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. സോ അതൊരു ഹൈപ്പോത്തസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് സ്പെസിഫിക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് സം കണക്ഷൻ വിത്ത് ഇറ്റ് ഷുഡ് ഹാവ് വെരി മച്ച് കണക്ഷൻ വിത്ത് ദ കൺസേൺ പ്രോബ്ലം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താണ് റിലേഷൻഷിപ്പ് എമംഗ് ദ ഡിഫറെൻറ്റ് വേരിയബിൾസ് ഓഫ് ദി സ്റ്റഡി. നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറേ വേരിയബിൾസ് ഉണ്ടാകും, അതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ അതുമായിട്ട് എന്തിന് ബന്ധം വേണം, ഈ നമ്മുടെ ഹൈപ്പോത്തസിസിന്
ബന്ധം വേണം എന്നാണ് പറയുന്നത്. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ട് ആസ് എ ഗൈഡ്. നമ്മുടെ റിസർച്ചറിന് റൈറ്റ് പാത്തിൽ സഞ്ചരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഷാർപ്പൻസ് തിങ്കിങ് പ്രോസസ്, ഫോക്കസ് അറ്റൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് കൂടുതലൊരു ഡയറക്ഷൻ കിട്ടും. എന്തിനാണ് റിസർച്ച് ഹൈപ്പോത്തസിസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പം സം ടൈപ്സ് ഓഫ് റിസർച്ച് നീഡ് ഹൈപ്പോത്തസിസ്. അപ്പം നമുക്ക് ഹൈപ്പോത്തസിസ് വെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ജനറൽ റൂൾ ആക്ച്വലി. അപ്പം ചില രീതിയിലുള്ള റിസർച്ചുകൾക്കൊന്നും ഹൈപ്പോത്തസിൻ്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, നമ്മുടെ സോഷ്യൽ സയൻസ് റിസർച്ചുകൾക്ക് ഹൈപ്പോത്തസിസ് എല്ലാ ടൈപ്പ് ഓഫ് റിസർച്ചിനും ആവശ്യമില്ല. പക്ഷെ ചില റിസർച്ചുകൾക്ക് ഹൈപ്പോത്തസിസ് നെസസറിയാണ്. അപ്പോൾ ഹൈപ്പോത്തസിസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ടോപ്പിക്കിനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആക്കുക, ടോപ്പിക്കിനെ കുറച്ചും കൂടെ സ്പെസിഫിക് ആൻഡ് ക്ലിയർ ആക്കുക, പിന്നെ റിസർച്ചർക്ക് ഒരു ഡയറക്റ്റ് പാത്ത് കിട്ടുക, ഏതൊക്കെ വഴി കൂടെ സഞ്ചരിക്കണമെന്ന്. അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിസർച്ച് ഹൈപ്പോത്തസിസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. So we are moving on to the sixth step of our research process, that is definition of concepts. എന്താണ് കൺസെപ്റ്റ്? കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐഡിയയാണ്. ഐഡിയ എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സിനെയാണ് നമ്മൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു ഐഡിയ ഉണ്ട് മൈൻഡിൽ, അത് നമ്മളൊരു വേർഡ്സിലേക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയുന്നത്, അതൊരു കൺസെപ്റ്റാന്ന് പറയും. അപ്പോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലൈസ്ഡ് ഐഡിയ അബൌട്ട് എ ക്ലാസ് ഓഫ് ഒബ്ജക്റ്റ് ആകാം, ആട്രിബ്യൂട്ട് ആകാം, ഒക്കറൻസ് ആകാം, പ്രോസസ്സ് ആകാം, എന്തിനെക്കുറിച്ചുള്ളതും ആയിട്ടുള്ള ഐഡിയകളെ നമ്മൾ വാക്കുകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തിയറി ബിൽഡിങ്ങിൻ്റെ, തിയറി ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ്. കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിയറീസ് ഫോം ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിയറികളും ആരുടെയൊക്കെയോ മൈൻഡിൽ വന്നിരിക്കുന്ന ഐഡിയകളെ വേർഡ്സിലേക്ക് ആക്കുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ, സോ ദീസ് തിയറി റിക്വയർ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് കൺസെപ്റ്റ്. അപ്പോൾ കൺസെപ്റ്റുകൾ തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിയറീസ് എന്ന് പറയുന്നത്. സോ കൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയേണ്ട രണ്ട് കാര്യങ്ങളാണ് പ്രപ്പോസിഷൻ ആൻഡ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സീ വാട്ട് ഇസ് പ്രപ്പോസിഷൻ. പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ പ്രപ്പോസിഷൻ ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസേൺഡ് വിത്ത് റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് കൺസെപ്റ്റ്. കുറേ കൺസെപ്റ്റുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്ത്, പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കുറേ കൺസെപ്റ്റുകൾ നമ്മൾ വാക്കുകളിലേക്ക് വരുത്തുമ്പോൾ കൺസെപ്റ്റുകളെയാണ് എന്ത്, തിയറി എന്ന് പറയുന്നത്. ഈ കൺസെപ്റ്റുകൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എക്സ്പ്രസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എക്സ്പ്ലെയിൻ ദ ലോജിക്കൽ ലിങ്കേജ് എമംഗ് സർട്ടൻ കൺസെപ്റ്റ് by asserting a universal connection between the concept. ഒന്നോ രണ്ടോ കൺസെപ്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഐഡിയ എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ്. ആ ഐഡിയ എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സിനെ തമ്മിൽ എന്തെങ്കിലും ബന്ധം, എന്തെങ്കിലും യൂണിവേഴ്സൽ ലിങ്കേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നമ്മളെ നോക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്ത്, പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദീസ് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസേൺഡ് വിത്ത് ദ ലോജിക്കൽ റിലേഷൻഷിപ്പ് എമംഗ് ദ കൺസെപ്റ്റ്. കൺസെപ്റ്റുകൾ തമ്മിലുള്ള ലോജിക്കൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രപ്പോസിഷൻ. സോ വി ക്യാൻ സി വാട്ട് ഇസ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് വേരിയബിൾ. വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്, ക്വാളിറ്റേറ്റീവ് ആണ് അല്ലേ. ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ് ആണ്. നമ്മൾ പറയും വേർഡ്സിലുള്ള എല്ലാം എന്ത് തന്നെയാണ്, ക്വാളിറ്റേറ്റീവ് ആണ്. അപ്പം ഒരു കൺസെപ്റ്റിനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലേക്ക്, വാല്യൂസിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൺസെപ്റ്റിൽ എന്താ നമുക്ക് പറയാം, ഇപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ വെയിറ്റ്, ഹൈറ്റ്, ഇൻകം, അതെല്ലാം വേരിയബിൾസ് ആണ്. ഇപ്പം നമ്മൾ പറയുകയാണ് ഷീ ഈസ് ഫാറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് ടേമിലാണ് നമ്മൾ പറയുന്നത്. ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റേറ്റീവ് ആണ്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഞാൻ പറയുകയാണ് ഷീ ഈസ് അബൌട്ട് 100 kg എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഷീ ഈസ് ഒബേസ്, ഫാറ്റ് ആണെന്നറിയാം, 100 കിലോഗ്രാം ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിൽ കാണാൻ പറ്റും അദ്ദേഹം എത്രത്തോളം ഫാറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അതാണ് എന്ത്, വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആക്കുകയാണ്, നമ്മുടെ കൺസെപ്റ്റിനെ കൂടുതൽ മെഷറബിൾ ആൻഡ്
ക്ലിയർ ആക്കുന്ന ഒരു കാര്യമാണ് എന്ത് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം ഹൈപ്പോത്തിസിസിൽ ഈ വേരിയബിളിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണുള്ളത്. ഓക്കെ, കാരണം എന്താണ്, ഇറ്റ് ഇൻക്രീസസ് ദ ക്ലാരിറ്റി ഓഫ് തിങ്കിങ് അബൌട്ട് റിസർച്ച്. ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരാൾ ഫാറ്റാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പല രൂപങ്ങൾ വരും. പക്ഷേ ഒരാൾ 100 കിലോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അയാൾ എത്രത്തോളം ഉണ്ടെന്ന്. സോ ദീസ് വേരിയബിൾസ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദ ക്ലാരിറ്റി ഇൻ അവർ കൺസെപ്റ്റ്സ്.